ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സായ് പണപ്പെട്ടിയുമായി പുറത്തുപോയിരിക്കുകയാണ്. നിലവിൽ ഇനി ബിഗ് ബോസ് വീട്ടിൽ ശേഷിക്കുന്ന മത്സരാർത്ഥികൾ 8 പേരാണ്. 3 സ്ത്രീ മത്സരാർത്ഥികളും 5 പുരുഷ മത്സരാർത്ഥികളുമാണ് അവിടെ നിലവിൽ ഉള്ളത്. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് എന്ന് പറയുന്നത്. അവിടെ നിൽക്കുന്ന ഋഷിയേക്കാൾ ഒരു പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് അഭിഷേക്. പക്ഷേ പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഋഷി അവിടെ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് ഇന്ന് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ സായ് പണപ്പെട്ടി എടുത്ത് പോയതിനു ശേഷം ഋഷി അവിടെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ചിന്തിക്കാൻ പോലുമുള്ള സമയം ഋഷിക്ക് കിട്ടിയില്ല, സായ് തന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇനി ഒരു പണപ്പെട്ടി കൂടി അവിടെ വെക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പെട്ടെന്നൊരു പണപ്പെട്ടി വെച്ചു, ഒരു 10 മിനിറ്റ് കൊണ്ട് സായ് അതുകൊണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പണപ്പെട്ടി കൂടി അവിടെ വെക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. അതിൻ പ്രകാരം അവിടെ 5 ലക്ഷത്തിന് മേലെ ഒരു പണം വെച്ച് കഴിഞ്ഞാൽ 6, 7, 10 എത്ര വെച്ചാലും എനിക്ക് തോന്നുന്നു അത് അവിടെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഋഷി. ബാക്കിയുള്ളവർ ആരും തന്നെ പണപ്പെട്ടി അങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കുന്നില്ല, ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഒരു 10 ലക്ഷത്തിന് മുകളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. ഇന്ന് പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഋഷി ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഋഷി പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട്, ഞാൻ വിജയിക്കുമെന്നുള്ളത്. പക്ഷേ അഭിഷേക് അവിടെ പറയുന്നുണ്ട്, ഋഷി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഒരാൾ മാത്രമേ വിജയിക്കൂ. ആ സമയത്ത് ഈ പണപ്പെട്ടി കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും പണം കിട്ടും, അല്ലാതെ വിജയിക്കുന്ന ആൾക്കും കിട്ടും, അല്ലാതെ ബാക്കിയുള്ള ആർക്കും തന്നെ കിട്ടില്ല. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ട എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അഭിഷേകിന്റെ മനസ്സിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവിടെ പണത്തിന് ആവശ്യമുണ്ട് ഋഷിക്ക് എന്നുള്ളതും, പിന്നീട് ഋഷി പുറത്തു പോയി കഴിഞ്ഞാൽ അഭിഷേകിന് ഉണ്ടാവുന്ന ഗുണവും. അവിടെ ഋഷി പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേകിന് നന്നായിട്ട് വോട്ട് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അഭിഷേകിന്റെ ഫാൻസിന്റെ മാത്രമല്ല, ഋഷിയുടെയും അൻസിബയുടെയും ഒക്കെ ഫാൻസിന്റെ വോട്ട് പിന്നെ മറയാനായിട്ട് പോകുന്നത് അഭിഷേകിനാണ്. അതുകൊണ്ട് തന്നെ ഋഷി ആ പണപ്പെട്ടിയുമായി പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അഭിഷേകിനെ തന്നെയാണ്. അഭിഷേക് അതുകൊണ്ട് തന്നെ ഋഷിയെ പരമാവധി ആ പണപ്പെട്ടി എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൽ അഭിഷേകിനെ പൂർണ്ണമായി കുറ്റം പറയാനും വയ്യ, കാരണം ഋഷിയോട് വിജയിക്കാത്തൊരു മത്സരാർത്ഥിയാണ്. ആ പണപ്പെട്ടി കിട്ടുന്നുണ്ടെങ്കിൽ ഋഷിക്ക് കിട്ടിക്കോട്ടെ, അവിടെ നമുക്ക് തെറ്റി പറയാനും നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ അഭിഷേകിന് ഇവിടെ 2 ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയൊരു പണപ്പെട്ടി അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 5 അതിലധികമോ പണം വെച്ചുകൊണ്ട് അവിടെ ഒരു പണപ്പെട്ടി വരികയാണെങ്കിൽ തീർച്ചയായും അതെടുക്കും എന്നുള്ള കാര്യം ഷുവറാണ് ഋഷി അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം നഷ്ടബോധത്തിലാണ് ഋഷി അവിടെ ഇരിക്കുന്നത്, സായി ആലോചിക്കാൻ പോലുമുള്ള സമയം തന്നില്ല എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനിയൊരു പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അത് തൂക്കുന്നത് ഋഷി ആയിരിക്കാനാണ് ചാൻസ്. അങ്ങനെ ഋഷി ആ പണപ്പെട്ടി എടുത്തു പോയാൽ അത് അഭിഷേകിനെ വളരെയധികം ഗുണം ചെയ്യും. ആ സമയത്ത് അഭിഷേകിന് മുന്നിൽ നിൽക്കുന്ന ജിൻഡോ എന്ന മത്സരാർത്ഥിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ അതൊരു വെല്ലുവിളിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ അഭിഷേകിനെ ഭയക്കേണ്ടി വരും എന്നുള്ള കാര്യം ഷുവറായിട്ടുള്ള കാര്യമാണ്. അവിടെ ഋഷി പെട്ടിയെടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും അഭിഷേകിനെ ഭയക്കേണ്ടിയിരിക്കുന്നു.